ഉരുൾപൊട്ടൽ ദുരന്തം തകർത്ത വയനാട്ടിലെ മുണ്ടക്കൈ അടക്കമുള്ള പ്രദേശങ്ങൾ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിക്കും. രാവിലെ 11:30-ക്കാണ് പ്രധാനമന്ത്രി കേരളത്തിലെത്തുക. കണ്ണൂർ വിമാനത്താവളത്തിലെത്തുന്ന മോദിയെ മുഖ്യമന്ത്രിയും ഗവർണറും ചേർന്ന് സ്വീകരിക്കും. തുടർന്ന് വയനാട്ടിലേക്ക് തിരിക്കും. ദുരന്തബാധിത മേഖലകൾ ഹെലികോപ്റ്ററിൽ ഇരുന്നാണ് കാണുക. അതിനുശേഷം കൽപ്പറ്റയിലേക്ക് അദ്ദേഹം മടങ്ങും. തുടർന്ന് റോഡ് മാർഗം ചൂരൽമലയിലേക്കെത്തും. ബെയിലി പാലം അടക്കം പ്രധാനമന്ത്രി സന്ദർശിക്കും. ഇതിലൂടെ കടന്നു പോകുന്ന തിരച്ചിലിന് ഇറങ്ങിയ വിവിധ രക്ഷാസേനകളെയും അദ്ദേഹം അഭിനന്ദിക്കും. ഇന്ന് വയനാട്ടിൽ തിരച്ചിലുമുണ്ടാവില്ല. അതേസമയം മുണ്ടക്കൈയിലെ ദുരന്തബാധിത മേഖലകളെല്ലാം മോദി സന്ദർശിക്കും. ചികിത്സയിൽ കഴിയുന്നവരെയും ക്യാമ്പുകളിൽ ഉള്ളവരെയും അദ്ദേഹം കാണും. തുടർന്ന് കളക്ടറേറ്റിലെ അവലോകന യോഗത്തിൽ പങ്കെടുക്കും. അതേസമയം പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് ജില്ലയിൽ തിരച്ചിൽ ഒഴിവാക്കിയതെന്ന് വയനാട് ജില്ലാ കളക്ടർ അറിയിച്ചു. ജില്ലയിൽ കർശന നിയന്ത്രണങ്ങളുണ്ട്. മുണ്ടക്കൈ, ചൂരൽമല പ്രദേശങ്ങളിൽ അതുകൊണ്ട് തിരച്ചിലുണ്ടാവില്ല. സന്നദ്ധ പ്രവർത്തകർ, തിരച്ചിലുമായി ബന്ധപ്പെട്ട മറ്റുള്ളവർ തുടങ്ങിയവർക്ക് ദുരന്തബാധിത പ്രദേശങ്ങളിൽ പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല. ഞായറാഴ്ച ജനകീയ തിരച്ചിൽ പുനരാരംഭിക്കുമെന്നും കളക്ടർ അറിയിച്ചു. അതേസമയം മോദിയുടെ വരവിൽ കേരളം വലിയ പ്രതീക്ഷയിലാണ്. വയനാടിനായി പാക്കേജ് പ്രഖ്യാപിക്കണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം. രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ വയനാടിനായി കൂടുതൽ സഹായം നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രത്യേക പാക്കേജ് ആവശ്യപ്പെടാനാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ദുരിതബാധിതരുടെ പുനരധിവാസത്തിന് 2000 കോടിയുടെ പ്രത്യേക പാക്കേജാണ് സംസ്ഥാനം ആവശ്യപ്പെടുക. മോദിക്കൊപ്പം വയനാട് സന്ദർശിക്കാൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഉണ്ടായിരിക്കും. താമരശ്ശേരി ചുരത്തിൽ നിന്ന് ഗതാഗത നിയന്ത്രണവും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ തുടർന്നുണ്ട്. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 3 വരെ ചുരത്തിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങൾക്കാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ചരക്കുവാഹനങ്ങൾ അടക്കം കടത്തിവിടില്ലെന്ന് അറിയിച്ചിട്ടുണ്ട്. കേരളത്തിലെത്തിയാൽ പ്രധാനമന്ത്രി മോദി മുഖ്യമന്ത്രിയുമായി സംസാരിക്കും. അതേസമയം വയനാട് സന്ദർശിക്കാനുള്ള തീരുമാനത്തിൽ മോദിക്ക് നന്ദി അറിയിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. കാര്യങ്ങൾ നേരിട്ട് കണ്ട് ഈ മഹാദുരന്തത്തിന്റെ വ്യാപ്തി തിരിച്ചറിയാൻ അങ്ങേക്ക് സാധിക്കും. ഇതൊരു നല്ല തീരുമാനമാണ്. ദുരന്തത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കി ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമെന്നാണ് കരുതുന്നതെന്നും രാഹുൽ എക്സിൽ കുറിച്ചു. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.